നമസ്കാരം. വി ഡി സതീശൻ സർക്കാർ 101-ാം നാളിലേക്ക് കടക്കുകയാണ്. 2026 മെയ്യിൽ അധികാരത്തിലേറിയ വടശ്ശേരി ദാമോദര മേനോൻ സർക്കാർ സമ്മിശ്രമായ പ്രതികരണങ്ങളുമായിട്ട് അനുസ്യൂതം മുന്നോട്ട് പോകുന്നു. കേരളത്തിന് ഏറെ പ്രയോജനകരമായിട്ടുള്ള ചില പദ്ധതികൾ വി ഡി സതീശൻ സർക്കാരിന്റെ ഭാഗത്തുണ്ടായി എന്നത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. അത് മലയാളികൾ ഏറ്റെടുക്കുകയും ചെയ്തു. പ്രത്യേകിച്ചും പ്രിയദർശിനി പോലുള്ള വലിയ ജനപ്രീതിക്ക് പാത്രമായിട്ടുള്ള പദ്ധതി, അതോടൊപ്പം തന്നെ വനിതാ ശിശുക്ഷേമവുമായി ബന്ധപ്പെട്ട നിരവധി പദ്ധതികൾ ഉണ്ടായിരുന്നു. വാർദ്ധക്യ കാലത്തെ മനുഷ്യർക്ക് സുരക്ഷ നൽകുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ, വാർദ്ധക്യകാലത്തെ മനുഷ്യരെ സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് തന്നെ അത്തരത്തിൽ അവർക്ക് വേണ്ടി ഒരു വകുപ്പ് തന്നെ ഉണ്ടാക്കി കൊടുക്കുവാൻ വി ഡി സതീശൻ സർക്കാരിന് സാധിച്ചു എന്നുള്ളതാണ്. ഓപ്പറേഷൻ തൂഫാൻ മറ്റൊരു നിർണായകമായ നേട്ടമാണ്. ഈ സർക്കാരിന്റെ സമയത്ത് ഏറ്റവും ശക്തമായി പ്രവർത്തിച്ച ഒരു വകുപ്പും ആഭ്യന്തര വകുപ്പ് തന്നെയാണ്. ഓപ്പറേഷൻ തൂഫാനിലൂടെ നിരവധിയായിട്ടുള്ള കുടുംബങ്ങൾ കണ്ണീരണിഞ്ഞുകൊണ്ട് തങ്ങളുടെ യുവാക്കളായിട്ടുള്ള മക്കളെ നഷ്ടപ്പെട്ടു പോയ അച്ഛനമ്മമാർക്ക് വലിയ രീതിയിൽ പിന്തുണ കൊടുക്കുന്ന ഒരു പദ്ധതി തന്നെയായിരുന്നു, ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു ഓപ്പറേഷൻ തൂഫാൻ. ഓപ്പറേഷൻ തൂഫാനിലൂടെ രമേശ് ചെന്നിത്തല ഒരു ആഭ്യന്തര മന്ത്രി എന്ന നിലയിൽ വലിയ തിളക്കമാർന്ന ഒരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. അതോടൊപ്പം തന്നെ വി ഡി സതീശൻ സർക്കാരിന്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രിയദർശിനി പദ്ധതിയിലൂടെ സ്ത്രീകളെ തൊഴിലിടത്തിലേക്ക് എത്തുന്നതിൽ വളരെ നിർണായകമായ പങ്കാണ് ഇത്തരത്തിൽ സ്ത്രീകളെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ പ്രിയദർശിനി പദ്ധതി മുൻപിലേക്ക് വെച്ചത്. അതിൽ ചില വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഇതിന്റെ വിമർശനം 3125 ഓർഡിനറി ബസ്സുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. അടുത്ത ഘട്ടത്തിൽ ഇടതുപക്ഷത്തിന്റെ വിമർശനം ഒരു പടി കൂടി കടന്നിട്ട് പ്രൈവറ്റ് ബസ് മേഖലയെ തകർക്കുന്ന ഒരു സമീപനമായിരുന്നു വി ഡി സതീശൻ സർക്കാർ എടുത്തതെന്നാണ്. ഈ രണ്ട് കാര്യത്തിലും ജനം ഇത് ഏറ്റെടുക്കുകയുണ്ടായില്ല. കാരണം അത് ഏറെ പ്രയോജനകരമായ ഒരു പദ്ധതി തന്നെയാണ്. പക്ഷേ അപ്പോഴും വിമർശനത്തിന് ഒരു കൃത്യമായ ഒരു അളവിൽ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതായത് പ്രൈവറ്റ് ബസ് മേഖലയിൽ ഇത് കാര്യമായ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അവരെ കൂടി സഹായിക്കണം എന്നുള്ളതാണ്. സർക്കാർ 60 കോടിയോളം രൂപയാണ് KSRTC ഇതിന് വേണ്ടിയിട്ട് പമ്പ് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് തന്നെ സർക്കാർ KSF-ൽ ചിട്ടിക്ക് തന്നെ ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആ രീതിയിൽ സർക്കാർ ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിക്കൊണ്ട് തന്നെയാണ് മുൻപോട്ട് പോകുന്നത്. ഈ പദ്ധതി വളരെ നല്ല പദ്ധതി തന്നെയാണ്. വളരെ ശക്തമായ രീതിയിൽ പദ്ധതി മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ ആശാ വർക്കർമാർക്ക് സർക്കാർ നൽകിയ അധിക തുക, വേതനത്തിൽ അധികമായി നൽകിയ 3000 രൂപ, നേരത്തെ 9000 രൂപയായിരുന്നു, ഇപ്പോൾ അത് 12000 രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളത്. വളരെ കാലം അവർ സമരം ചെയ്തിരുന്നു ഇടതുപക്ഷത്തിന്റെ സമയത്ത്. അപ്പോഴൊന്നും അവരുടെ കണ്ണീര് കാണുവാൻ ഇടതുപക്ഷ സർക്കാർ തയ്യാറായില്ല എന്നാണ്. 10 വർഷം നീണ്ടു നിന്ന ജനങ്ങളുടെ ദുഃഖത്തിനും ദുരിതത്തിനും ഒരു പരിഹാരമാണ് UDF സർക്കാർ എന്നതാണ് ചില കോണുകളിൽ നിന്നെങ്കിലും വരുന്ന വളരെ ശക്തമായ രീതിയിലുള്ളൊരു കയ്യടി എന്നത് അതിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ്. പക്ഷെ അപ്പോഴും ചില വിമർശനങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ തന്നെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അത് പ്രളയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പ്രളയവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്ത് വീഴ്ച പറ്റി. ആ വീഴ്ചയെ പരിഹരിച്ച് തന്നെ ഇനി മുൻപോട്ട് പോകണം. അതോടൊപ്പം തന്നെ ഹെലികോപ്റ്റർ യാത്രയുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ സർക്കാരിന് വലിയ വിമർശനങ്ങൾ നേരിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യത്തിന് ഹെലികോപ്റ്റർ ഉപയോഗിച്ചു എന്നതായിരുന്നു അദ്ദേഹത്തിന് നേരെ ഉണ്ടായിരുന്ന ഒരു ശക്തമായ വിമർശനം. കടലോര പ്രദേശങ്ങളിലെ മനുഷ്യരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്ററുകളൊന്നും തന്നെ ഉപയോഗത്തിൽ കൊണ്ടുവന്നില്ല. ഒരു വിളിപ്പാടകലെ മാത്രമുള്ള മനുഷ്യരെ കണ്ണീരൊപ്പാൻ അദ്ദേഹം എത്തിയില്ല. അത് എത്തിയപ്പോൾ അല്പം വൈകിപ്പോയി എന്നുള്ളതാണ്. കൊല്ലം നീണ്ടകര ഭാഗത്ത് കാണാതായിട്ടുള്ള ഗൗതം കൃഷ്ണയുടെ കാര്യത്തിലൊക്കെ ഈ അലംഭാവം വളരെ കൃത്യമായി തന്നെ പൊതുസമൂഹം ചർച്ച ചെയ്തതാണ്. അതോടൊപ്പം തന്നെ മുതലപ്പുഴി മേഖലയിൽ നിന്ന് കാണാതായ വ്യക്തികൾ, അങ്ങനെ
മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിൽ സർക്കാരിന്റെ അലംഭാവം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. തീർച്ചയായിട്ടും അത് പരിഹാരം കണ്ടെത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം കേരളം പ്രളയത്തിൽ ആണ്ടുപോയപ്പോൾ എങ്ങനെയാണ് ഈ മത്സ്യത്തൊഴിലാളികൾ കേരളത്തെ വളരെയധികം സംരക്ഷിച്ച് നിർത്തിയതെന്നും അവരുടെ മേഖലകളിലേക്ക്, അതായത് ജനം പ്രളയത്തിൽ ആണ്ടുപോയപ്പോൾ അവരെ മുങ്ങിയെടുക്കുവാൻ വേണ്ടിയിട്ട്, അവരെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് മത്സ്യത്തൊഴിലാളികൾ കയ്യും മെയ്യും മറന്ന പോരാടിയത് എന്ന് സംസ്ഥാനം കണ്ടതാണ്. അവരുടെ കാര്യത്തിലുള്ള അലംഭാവത്തെ തീർച്ചയായും സർക്കാർ അവരുടെ പ്രവർത്തനങ്ങളിൽ കൂടി മറികടക്കേണ്ടതുണ്ട്. മുതലപ്പൊഴിയെ ബാധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത് ഇപ്പോഴുണ്ടാകുന്നതല്ല. മുതലപ്പൊഴിയിൽ പുളിമുട്ടുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയമായി തന്നെ, സാങ്കേതികമായി തന്നെ പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. അത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷത്തിന്റെ ഭരണത്തിനിടയിൽ സംഭവിച്ച കാര്യം തന്നെയാണ്. തീർച്ചയായും വി ഡി സതീശൻ സർക്കാർ അതിന് പരിഹാരം കണ്ടെത്തും എന്ന് തന്നെയാണ് ജനം വിലയിരുത്തുന്നത്. ഒപ്പം അംഗൻവാടി ജീവനക്കാർക്ക് കേരളത്തിലെ ബസ് ക്ലീനിങ് സർവീസിൽ പെടുന്ന ആൾക്കാരുടെ ഉത്സവ ബദ്ധ, ഇതിലൊക്കെയും സർക്കാരിന്റെ ഇടപെടലുകൾ ഉണ്ടായി. സമുദ്ര സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സർക്കാരിന്റെ ഇടപെടൽ വളരെ ശക്തമായിരുന്നു. സമുദ്രമേഖലയുമായി ബന്ധപ്പെട്ട വ്യാപാരം, അതോടൊപ്പം തന്നെ ടൂറിസം പദ്ധതികളുടെ വിപുലമായ രീതിയിലുള്ള പദ്ധതി ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട മിഷൻ സമുദ്ര പോലുള്ള പ്രോജക്റ്റുകളൊക്കെയും സർക്കാർ വളരെ എഫക്റ്റീവായിട്ട് തന്നെയാണ് വിനിയോഗിച്ചിട്ടുള്ളത്. 546 പദ്ധതികളാണ് ആദ്യത്തെ 50 നാൾ കൊണ്ട് തന്നെ പൂർത്തീകരിച്ചത്. 1600-ലധികം പദ്ധതികളായിരുന്നു 100 ദിവസം വെച്ചിട്ട് ലക്ഷ്യമിട്ടിരുന്നത്. 50 ദിവസം കൊണ്ട് 546 പദ്ധതികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് തന്നെ വളരെ റെക്കോർഡ് വേഗം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ ഗ്രിപ്പ് പോലുള്ള പദ്ധതികൾ, അതായത് വിവിധ കേസുകളിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ള 10,519 ആൾക്കാരെ വീണ്ടും ജയിലറകളിലേക്ക് എത്തിക്കുവാൻ പാകത്തിന് സർക്കാരിന് സാധിച്ചു എന്നുള്ളതാണ്. 158 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും 21 പേരെ കാപ്പ ചുമത്തുകയും ചെയ്തു. ചില കാര്യത്തിലൊക്കെ ആൾക്കാർക്ക് വിയോജിപ്പുണ്ടാക്കാം. പക്ഷേ ഗുണ്ടാ സംഘങ്ങളെ അമർച്ച ചെയ്യണമെന്ന കാര്യത്തിൽ ആർക്കും തന്നെ തർക്കമില്ല എന്നുള്ളതാണ്. ഒപ്പം തിരുവനന്തപുരം കോർപ്പറേഷനിലെ മായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെട്ടതിൽ ചില വിമർശനങ്ങൾ ഉണ്ടായി. അതൊക്കെ മാറ്റി നിർത്തി നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ കൃത്യമായ രീതിയിലുള്ള പെർഫോമൻസ് തന്നെയായിരുന്നു ആദ്യത്തെ 100 ദിവസം കൊണ്ട് വി ഡി സതീശൻ സർക്കാരിന് ഉണ്ടാക്കുവാൻ കഴിഞ്ഞത്. ഇടതുപക്ഷത്തിന്റെ നട്ടലൊടിക്കുന്ന ചില സമീപനങ്ങൾ തന്നെയാണ് വി ഡി സതീശൻ സർക്കാരിൽ നിന്ന് ജനങ്ങൾക്ക് കിട്ടിയതെന്നുള്ളതാണ്. അതായത് ഇടതുപക്ഷ സർക്കാർ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചതിന് ബദലായി ജനങ്ങളെ അംഗീകരിക്കുന്ന, അവരെ കൂടി പരിഗണനയിൽ എടുത്തുകൊണ്ടാണ് അത് മുന്നോട്ട് പോകുന്നത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരിടുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അവരുടെ ഇടയിൽ യുവാക്കളുടെ എണ്ണം ഇല്ല എന്നുള്ളതാണ്. യുവാക്കളായിട്ടുള്ള MLA-മാർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ശരിയായ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അവരെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഒരു ഘട്ടത്തിൽ KN ബാലഗോപാലിന് പിണറായി വിജയനോട് എണീറ്റ് പ്രതികരിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കേണ്ട ഒരു അവസ്ഥ പോലും എത്തി. ആ രീതിയിൽ ദുർബലമാണ് ഇടതുപക്ഷം. എങ്കിലും അവർ സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ചില ചെറിയ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പോലും സമരവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു. അതൊന്നും കേരളം അംഗീകരിച്ചിട്ടില്ല. എങ്കിൽ കൂടിയും ഇത്തരം ചില പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. ബന്ധുജനങ്ങളുടെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. അവർ അതുമായി ബന്ധപ്പെട്ട സണ്ണി ജോസഫിന് അദ്ദേഹത്തിന്റെ ബന്ധുവിനെ പുറത്തേക്ക് അയക്കേണ്ടി വന്നു. PSC സമരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുവാൻ ഇപ്പോഴും സർക്കാരിന് സാധിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ സർക്കാർ എടുത്ത നിലപാടുകളിൽ പലതും വളരെ പോസിറ്റീവായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. 100 ദിവസം വളരെ അഭിമാനകരമായ നേട്ടം തന്നെയാണ് വി ഡി സതീശൻ സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.